കൊച്ചി പള്ളുരുത്തിയിലെ കത്തിക്കുത്ത് കൊലപാതകത്തിൽ പ്രതി ഫാജിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷമാണ് പള്ളുരുത്തി കച്ചേരിപ്പടി റോഡിൽ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുന്നത്. 2 പേരെ കുത്തിയ ശേഷം പ്രതി ഫാജിസ് കടന്നു കളയുകയായിരുന്നു. ഒളിവിലായിരുന്ന പ്രതി ഫാജിസിനെ ബന്ധുവീട്ടിൽ നിന്ന് പോലീസ് പിടികൂടിയിട്ടുണ്ട്. നമ്മളിപ്പോഴുള്ളത് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ പുലർച്ചെ 1 മണിക്ക് ശേഷവും ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ഇതൊരു മുൻവൈരാഗ്യത്തെ ചൊല്ലിയുണ്ടായ ഒരു ആക്രമണം, കൊലപാതകം എന്ന രീതിയിലേക്ക് ആണ് പോലീസ് കടന്നത്. കാരണം ഈ 2 പേരുടെയും, അതായത് കൊല്ലപ്പെട്ട ലാൽജു എന്നയാളുടെയും അതുപോലെ തന്നെ കൊലപാതകം നടത്തിയ ഫാജിസിൻ്റെയും ട്രാക്ക് റെക്കോർഡുകൾ വളരെ മോശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് മുൻവൈരാഗ്യമാണോ? മറ്റു കേസുകളിലൊക്കെ ഇവർ ഇതിനു മുമ്പ് ഉൾപ്പെട്ടിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുകൾ 2 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, 2021 സംഭവിച്ച കുമ്പളങ്ങി ലാസർ കൊലപാതക കേസിലെ 2ാം പ്രതിയാണ് കൊല്ലപ്പെട്ട ലാൽജു. അതുകൊണ്ട് തന്നെ ഇതൊരു മുൻവൈരാഗ്യമാണോ അല്ലെങ്കിൽ പകപോക്കൽ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ വളരെ വ്യാപകമായ തിരച്ചിലിൽ പ്രതി ഫാജിസിനെ ബന്ധുവീട്ടിൽ നിന്ന് പിടികൂടിയപ്പോൾ പ്രതി ഫാജിസിനെ മണിക്കൂറുകളായി ചോദ്യം ചെയ്യുകയാണ്. കൊച്ചി DCP സ്ഥലത്തെത്തി പരിശോധന നടത്തി. DCP സംഭവ സ്ഥലത്ത് എത്തി പരിശോധന നടത്തി. അത്തരത്തിൽ പോലീസിൻ്റെ തന്നെ വ്യാപകമായ അന്വേഷണം, വളരെ സസൂക്ഷ്മമായ അന്വേഷണം നടക്കുകയാണ്. ഇതാണ് കൊലപാതകം നടന്ന ഇടം. അതായത് ഇവിടെ വെച്ച് ഫാജിസ് കുത്തുകയായിരുന്നു. ലാൽജുവിനെയും ഒപ്പമുണ്ടായിരുന്ന ആളെയും കുത്തുകയായിരുന്നു. ഇവിടെ വെച്ചാണ് ആക്രമണം സംഭവിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഇവിടെ സുരക്ഷാ പരിശോധനകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സീൽ ചെയ്ത് സുരക്ഷിതമാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോഴും ചോരയുടെ പാടുകളും ഒക്കെ കാണാം. അക്രമത്തിൻ്റെ ബാക്കിപത്രം ഇവിടെ ഇപ്പോഴുമുണ്ട്. ആക്രമണം തുടങ്ങിയിടത്തു നിന്ന് ഇവിടേക്ക് ഏകദേശം ഒരു 19 മീറ്ററോളം റോഡിലൂടെ ലാൽജു ഓടുകയായിരുന്നു. ഓടി ഇവിടെ വീണ് കിടന്നാണ് ലാൽജു മരിക്കുന്നത്, കൊല്ലപ്പെടുന്നത്. ഇപ്പോഴും ഈ ആക്രമണം നടന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. ഇപ്പോഴും ഇവിടെ ചോരയുടെ പാടുകളുണ്ട്. ചോര പുരണ്ട ചെരുപ്പ് ഇവിടെ വീണ് കിടപ്പുണ്ട്. അങ്ങനെ ലാൽജു ഇവിടെ കിടന്നാണ് മരിക്കുന്നത്. ഇവിടെ ഫിംഗർ പ്രിൻ്റ് പരിശോധനകൾക്കായി ഇവിടെ സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ് പോലീസ് കാവലിൽ തന്നെയാണ് ഈ മേഖല. 2021 ഉണ്ടായ കുമ്പളങ്ങി ലാസർ കൊലപാതക കേസിലെ 2ാം പ്രതിയാണ് ലാൽജു, ഈ മരണപ്പെട്ട ലാൽജുവിനെ ഒറ്റിക്കൊടുത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരം. ലാൽജുവിനെ ഒറ്റിക്കൊടുത്ത വൈരാഗ്യത്തിന് ഫാജിസിനെ ആക്രമിക്കാൻ ലാൽജു പദ്ധതിയിടുന്നു. എന്നാൽ ഫാജിസ് ഇത് അറിഞ്ഞ് നേരത്തെ കൂട്ടി ആക്രമണം നടത്തുന്നു. അങ്ങനെയാണ് ഈ കൊലപാതകം ഉണ്ടായത് എന്ന് അറിയാൻ സാധിക്കും. എന്തായാലും സൂക്ഷ്മമായ പഴുതടച്ച പരിശോധനയിലൂടെ പ്രതിയെ ബന്ധുവീട്ടിൽ നിന്ന് പിടികൂടിയിരിക്കുകയാണ് പോലീസ്. പ്രതിയെ മാത്രമല്ല, പ്രതി ഒറ്റയ്ക്കല്ല ഈ കുറ്റകൃത്യം നടത്തിയത്. പ്രതിയോടൊപ്പം ഉണ്ടായിരുന്ന ചോറച്ചു എന്നറിയപ്പെടുന്ന കുറ്റവാളിയെയും പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം ആദിത്യരാമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.